से भरे इस अवसर के लिए प्रभु को धन्यवाद देता हूँ। और प्रभु के दास को उनके परिवार को आए हुए प्रत्येक भाई बहनों को प्रभु यीशु मसीह के नाम से अभिवादन देता हूँ। आनंद और खुशी के साथ अपने हाथों को उठा के प्रभु को धन्यवाद स्तुति दे। हालेलुया। मत्ती रचित सुसमाचार उसका 26 अध्याय 27 और 28 वचन पढ़े। फिर उसने कटोरा लेकर धन्यवाद किया और उन्हें देखकर कहा, तुम सब इसमें से पियो, क्योंकि यह वाचा का वह लहू है जो बहुतों के पापों की क्षमा के लिए बहाया गया। प्रार्थना करें। परिशुद्ध पितावे, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം കർത്താവിനെ ആരാധിപ്പാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. വാഴ്ച വചനത്തിനായി സ്തോത്രം. കൃത്യമായി പരിശുദ്ധാത്മാവിടെ ഇടപെടണമേ, ശുശ്രൂഷിക്കാൻ ബലപ്പെടുത്തണമേ, തിരുമേശയിൽ നിന്ന് വിശുദ്ധിയോടെ ഭാഗവാക്കാകുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആത്മാവെ ശുശ്രൂഷ ചെയ്യുവാൻ സഹായിക്കണമേ. കേൾക്കുന്ന ജനം കർത്താവേ, ഹല്ലേലൂയ, വചനം മനസ്സിലാക്കത്തക്ക നിലയിൽ അവർ ഹൃദയങ്ങളിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരുക്കത്തോടായിരിക്കാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ വായിച്ചത് മത്തായി സുവിശേഷത്തിലുള്ള വേദഭാഗം നമ്മൾ വായിച്ചത്. और हमने जो वचन पढ़ा वो मत्ती से पढ़ा। प्रेज़ द लॉर्ड। प्रेज़ द लॉर्ड। നാല് സുവിശേഷങ്ങളാണ് നമ്മുടെ തിരുവചനത്തിലുള്ളത്. और 4 सुसमाचार की पुस्तकें हमारे वचन में है। അതിൽ മത്തായി യേശുക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായിട്ട് വെളിപ്പെടുത്തുന്നു. और मत्ती में जो है प्रभु यीशु मसीह को यहूदियों का राजा करके जो है वो दर्शाता है। നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ യഹൂദന്മാരുടെ രാജാവായി മത്തായി സുവിശേഷത്തിൽ കൂടി വെളിപ്പെടുത്തുന്നു. हम जिस परमेश्वर की आराधना करते हैं उसे मत्ती रचित सुसमाचार में जो है यहूदियों का राजा करके संबोधित किया गया है। Praise the Lord. Praise the Lord. Hallelujah. Hallelujah. മത്തായി സുവിശേഷം എഴുതുമ്പോൾ ആദ്യത്തെ വാക്യം ഇപ്രകാരമാണ്. और मत्ती की किताब लिखते समय जो उसका प्रारंभ का जो वचन था इस प्रकार से है। അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ. अब्राहम का पुत्र होते हुए दाऊद का पुत्र। Praise the Lord. Praise the Lord. ജീനിയോളജി എഴുതുക. वो उसका जो है जीनियोलॉजी लिखते हैं, വംശാവലി. उसका वंशावली। Praise the Lord. Praise the Lord. ആ വംശാവലി എഴുതുമ്പോൾ എഴുതിയേക്ക. और जब वंशावली लिखते हैं इस प्रकार से लिखा है അബ്രഹാമിന്റെ പുത്രൻ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു. कि अब्राहम का पुत्र होते हुए दाऊद का जो पुत्र है वो यीशु मसीह। അപ്പോൾ ആ വംശാവലിയിൽ എഴുതുന്നതിലെ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണെന്ന് തെളിയിക്കുന്നത്. तो जो वंशावली जब लिखते हैं उसमें जो यीशु मसीह को जो है यहूदियों का राजा करके എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. सब ध्यानपूर्वक बैठिए। നമ്മുടെ മുമ്പിൽ ഇനി വിശുദ്ധ തിരുമേശയുണ്ട്. हमारे सामने परमेश्वर का पवित्र मेज है। ആ തിരുമേശ വിശുദ്ധിയോടെ ഭാഗവാക്കാവുക ഇനി പകലിൽ കർത്താവ് സഹായിക്കട്ടെ. और उस पवित्र मेज में पवित्रता के साथ जो है सहभागी होने के लिए परमेश्वर हमारी सहायता करे। ഈ കേൾക്കുന്ന വചനത്തെ നമ്മൾ ഒന്നും കൂടെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. और सुनते हुए वचन को जो है ध्यानपूर्वक सुनने के लिए पवित्र आत्मा में सहायता करे। അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. इसलिए सभी ध्यानपूर्वक बैठिए। അപ്പോൾ മത്തായി വംശാവലി എഴുതിയപ്പോൾ യഹൂദന്മാരുടെ രാജാവാണെന്ന് അതിൽ കൂടി തെളിയിക്കുകയാണ്. और मत्ती जब वंशावली लिखता है उसमें यीशु मसीह को यहूदियों का राजा करके बताता है। പിന്നെ യേശുവിന്റെ സ്നാനത്തെ പറ്റി എഴുതുന്നു. और यीशु मसीह के जो है बपतिस्मा के बारे में लिखता है। യേശു യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കിൽ സ്നാനപ്പെടാൻ ചെല്ലുന്നു. और यीशु मसीह जो है यरदन नदी के तीर पर जो है यूहन्ना बपतिस्मा दाता से जो बपतिस्मा के लिए जाता है। സ്നാനപ്പെട്ട് കേറുമ്പോൾ और बपतिस्मा लेकर जब वो ऊपर आते സ്വർഗ്ഗം തുറന്ന പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ യേശുവിന്റെ മേലേക്ക് വരുന്നു. और जो है स्वर्ग उसके लिए खुल गया और जो है पवित्र आत्मा कबूतर के रूप में जो है यीशु मसीह के ऊपर आके ठहर गया। അപ്പോൾ ആകാശത്തിൽ ഒരു ശബ്ദം കൂടെ കേൾക്കാം. तब आकाश में एक बड़ा शब्द हुआ। എന്താ കേൾക്കുന്നത്? क्या शब्द सुनाई दिया? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. यह मेरा प्रिय पुत्र है जिससे मैं अत्यंत प्रसन्न हूँ। അവൻ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തുകയാണ്. और वो परमेश्वर का पुत्र मसीह है ऐसा प्रकट करते हैं। എന്ന് പറഞ്ഞ യഹൂദന്മാരുടെ രാജാവാണെന്ന് മത്തായി വീണ്ടും വെളിപ്പെടുത്തുകയാണ്. और यहूदियों का राजा है करके उसे संबोधित करते हैं। യേശുവിന്റെ ശക്തമായ ഉപദേശം ഈ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. और प्रभु यीशु मसीह का जो है सुसमाचार हम सामर्थ्य के साथ उसकी सेवा में देख सकते हैं। ആയിരങ്ങൾ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. और जो भीड़ की भीड़ उसके पीछे होती थी। അവരെല്ലാം ഈ പ്രസംഗം കേൾക്കുകയാണ്. और वे सभी वचन सुनते थे। യേശുവിന്റെ ഉപദേശം അധികാരത്തോടെയായിരുന്നു. और प्रभु यीशु मसीह का जो है उपदेश है वो अधिकार के साथ। പള്ളിയിൽ മഹാപുരോഹിതന്മാരുണ്ട്. और उसमें जो है पुरोहित लोग हैं। ശാസ്ത്രിമാരുണ്ട്. और शास्त्री लोग हैं। മൂപ്പന്മാരുണ്ട്. और प्राचीन लोग हैं। എന്നാൽ അവരെക്കാട്ടിലും അധികാരത്തോടെ ദൈവവചനം യേശു പ്രസംഗിച്ചത്. लेकिन उन सब के साथ में जो है प्रभु यीशु मसीह ने अधिकार के साथ जो है वचन का प्रचार किया। അധികാരത്തോടുള്ള ഉപദേശത്തിൽ യേശു യഹൂദന്മാരുടെ രാജാവാണെന്ന് മത്തായി വെളിപ്പെടുത്തി. तो अधिकार
अधिकार के साथ जो उपदेश देता था उसमें जो है मत्ती ने जो है यहूदियों का राजा करके उसे संबोधित നമ്മുടെ किया। കർത്താവ് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു. और हमारा जो राजा है हमारा परमेश्वर वो जो है मारा गया और जी उठा അവൻ മരണത്തെ തോൽപ്പിച്ചു, और उसने मृत्यु को हरा दिया, പാതാളത്തെ തോൽപ്പിച്ചു, उसने अधोलोक को हरा അവൻ दिया ഉയർത്തെഴുന്നേറ്റു. और वो जी उठा। ആ ഉയർത്തെഴുന്നേൽപ്പ് എഴുതിയപ്പോ और जी उठने के बाद അവൻ യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല നമ്മുടെ ഇവിടെ രാജാവാണെന്ന് മത്തായി വെളിപ്പെടുത്തി. और केवल वो यहूदियों का ही राजा नहीं लेकिन वो हमारा भी राजा है, ऐसे मत्ती ने जो है संबोधित किया। ഹല്ലേലൂയ. हालेलुया। അവൻ രാജാതി രാജാവാണെന്ന് മത്തായി വെളിപ്പെടുത്തി. और मत्ती ने जो है प्रकट किया वो राजाओं का राजा ആ है മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ രാജാതി രാജാവ് और उस मृत्यु को हरा कर जो जी उठा वो राजाओं का राजा ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. आज सुबह के समय हमारे मध्य में है അവന്റെ മുഖത്തേക്ക് നോക്കിയാ നമ്മൾ ആരാധിക്കുന്നത്. और उसके मुंह को देखकर हम आराधना ആ करते हैं ജയാളിയായ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ और उस जयवंत परमेश्वर का जो अनुभव जो उपस्थिति अनुभव करते हैं സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാമേ. आनंद और खुशी के साथ अपने हाथों को उठाकर प्रभु को धन्यवाद स्तुति दें। ഹല്ലേലൂയ. हालेलुया। ആ രാജാതി രാജാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. वो राजाओं का राजा हमारे बीच में है। Praise the Lord. Praise the Lord। അപ്പൊ ഈ യേശു ക്രിസ്തുവിനെ പറ്റി എഴുതുവാൻ ദൈവം മത്തായി ഉപയോഗിച്ചു. और यीशु मसीह के बारे में लिखने के लिए परमेश्वर ने जो है मत्ती का जो है इस्तेमाल किया അദ്ദേഹത്തിന് ഒരു പൊസിഷൻ ഉണ്ട്. और उसकी जो एक पदवी है അദ്ദേഹം ചുങ്കക്കാരനായിരുന്നു. वो चुंगी लेने वाला था। Praise the Lord. Praise the Lord। ചുങ്കക്കാരെയും പാപികളെയും ഒരേ ലെവലിൽ അന്ന് യഹൂദന്മാർ കണ്ടിരുന്നത്. और उस समय यहूदी लोग जो है चुंगी लेने वालों को और पापियों को एक ही स्तर पे देखते थे। ആമേൻ. आमीन। എന്നുവെച്ചാൽ അവർക്കൊരു വെറുപ്പായിരുന്നു ഈ ചുങ്കക്കാരോട്. और वो चुंगी लेने वालों से जो है एक बैर रखते थे। ആമേൻ. आमीन। കാരണം അവര് പാപികളുടെ കൂട്ടത്തിലായിരുന്നു ഇരുന്നത്. क्योंकि उनकी जो गिनती वो पापियों के साथ होती പക്ഷേ है। യേശു ഈ ചുങ്കക്കാരനോട് പറഞ്ഞു നീ എന്റെ പിന്നാലെ വരിക. लेकिन यीशु ने वो चुंगी लेने वाले से कहा तू मेरे पीछे हो യേശു ले। ശിഷ്യനായിട്ട് ചുങ്കക്കാരനെ തിരഞ്ഞെടുത്തു. और यीशु मसीह ने जो अपने चेले के रूप में एक चुंगी लेने वाले को चुन दिया സമൂഹം അവഗണിച്ചവരെ, और जिसको जो है समाज ने जो है तिरस्कार किया സൊസൈറ്റി അവഗണിച്ചവരെ और जिन्होंने जो समाज ने जिन्होंने तिरस्कार किया യേശു ശിഷ്യനായിട്ട് ചേർത്ത് പിടിച്ചു. प्रभु यीशु मसीह ने उन्हें अपना जो चेला बनाकर उसे लिया ആ ചുങ്കക്കാരനെ കൊണ്ട് ഈ സുവിശേഷം ദൈവം എഴുതിപ്പിച്ചു. और उस चुंगी लेने वाले से परमेश्वर ने मत्ती रचित सुसमाचार लिखा। അതുപോലെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. उसी प्रकार परमेश्वर ने हमें भी चुना है। ഹല്ലേലൂയ. हालेलुया। നമുക്ക് ഈ സന്നിധിയിലേക്ക് വരാൻ ഒരു യോഗ്യതയില്ല. और परमेश्वर की उपस्थिति में आने के लिए हमारे जीवन में कोई योग्यता പക്ഷേ नहीं, യോഗ്യനാക്കി മാറ്റിയത് ആ ക്രൂശിലെ സ്നേഹമാണ്. लेकिन परमेश्वर के उस क्रूस के प्रेम ने हमें जो है परमेश्वर के चरणों में आने के योग्य बनाया। ദൈവസന്നിധി വരാനോ ആരാധിക്കാനോ നമുക്കൊരു യോഗ്യതയില്ല. और परमेश्वर की उपस्थिति में आने के लिए उसकी आराधना करने के लिए हमारे जीवन में कोई भी योग्यता नहीं, യോഗ്യനാക്കി മാറ്റിയത് ആ കാൽവരിയിൽ ചൊരിഞ്ഞ സ്നേഹമാണ്. और परमेश्वर के उस कैलवरी क्रूस का जो प्रेम है उसने हमें योग्य बनाया। എത്ര പേർക്ക് സന്തോഷമുണ്ട്? और कितने लोग आज खुश हैं? Praise the Lord. Praise the Lord। ഹല്ലേലൂയ. हालेलुया। അങ്ങനെ നമ്മള് തിരുവത്താഴ ശുശ്രൂഷ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഭാഗത്തിലുള്ള ഒരു വേദഭാഗം നമ്മൾ വായിച്ചത്. और हमने जो वचन पढ़ा वो पवित्र वेद से जो संबंधित है അവിടെ പറയാ, वो वहां लिखता है പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. फिर उसने कटोरा लेकर धन्यवाद किया, उन्होंने देकर कहा എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. तुम सब इसमें से पियो, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. क्योंकि यह वाचा का मेरा वह लहू है जो बहुतों के लिए पापों की क्षमा के निमित्त बहाया जाता ഈ है। ശുശ്രൂഷ ഇപ്പോ നടക്കുന്നത് और ये जो अभी सेवकाई जो चलती है വിരിച്ചൊരുക്കിയ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു മാളിക മുറിയിലാണ് നടക്കുന്നത്. एक मरकुस की जो अटारी में होता അത് है വളരെ പ്രിപ്പയർഡ് ആക്കി വെച്ചിരിക്കുക. और उसे काफी जो है सजा सजा के रखा है, വിരിച്ചൊരുക്കിയിരിക്കുക. वो तैयार किया गया है। ആമേൻ. ഈ ശുശ്രൂഷ നടക്കുന്ന സ്ഥലം വളരെ ഒരുക്കമുള്ളതാ. और जहाँ पे सेवकाई होता है वो तैयारी के साथ होता है, കർത്തമേശ എസ്റ്റാബ്ലിഷ് ചെയ്യുക അവിടെ. और वहाँ पे जो है पवित्र मेज की जो स्थापना होती है। ആമേൻ. എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്ഥലം വളരെ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ और यदि जहाँ पे पवित्र मेज का स्थापना होता है वो काफी जो है तैयारी के साथ किया है, അത് എടുക്കുന്നവരും അതുപോലെ പ്രിപ്പയർഡ് ആയിരിക്കണം. तो जो उसमें सहभागी होते हैं वो भी अपने आप को जो है तैयारी करना चाहिए। Praise the Lord. Praise the Lord। ഹല്ലേലൂയ. हालेलुया। കർത്താവ് പറയും അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പാപമോചനത്തിനായുള്ള രക്തമാ ഇത്. और परमेश्वर कहते हैं यह वाचा का मेरा वह लहू है जो बहुतों के लिए पापों की क्षमा के निमित्त बहाया ഇത് जाता है। കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവീൻ. और जब कभी पियो तो मेरे स्मरण के लिए यही किया करो। നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ പ്രകാരം കാണാൻ സാധിക്കും. और अब कुरिन्थियों में इस प्रकार से पढ़ते हैं, അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ इसलिए जो कोई अनुचित रीति से ये रोटी में से खाए
അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയും കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരം രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. और उसके कटोरे में से पिए वो प्रभु की देह और लहू का अपराधी ठहरेगा. അപ്പൊ യോഗ്യമായിട്ട് വേണം നമ്മൾ ഈ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകുക. तो पवित्र मेज में से सहभागी होने के लिए हम जो है योग्य तरीके से लेना चाहिए. ഇവിടെ വന്നിരുന്നോണ്ടൊന്ന് പ്രിപ്പയർഡ് ആയി എന്ന് നമ്മൾ വിചാരിക്കരുത്. यहाँ पर आके हम तैयार हो जाएंगे ऐसा नहीं सोचना. നമ്മുടെ ജീവിതം ഇതിനായിട്ട് വേർതിരിച്ചിരിക്കണം. हमारा जीवन जो है इसके लिए अलग कर रखना है. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാ നമ്മള്. और हमने जो है उद्धार पाया है, बपतिस्मा लिया है. നമ്മുടെ ജീവിതവും വിശുദ്ധിയും വേർപാടും നമ്മുടെ ജീവിതത്തിൽ വേണം. और हमारे जीवन में पवित्रता और निष्कलंक होना चाहिए. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധം നമുക്ക് വേണം. और हमेशा हमें ज्ञात होना चाहिए कि हम परमेश्वर की संतान हैं. Praise the Lord. Praise the Lord. തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. तीमुथियुस 2:8 पढ़े. पहले तीमुथियुस इसलिए मैं चाहता हूँ कि हर जगह पुरुष बिना क्रोध और विवाद के पवित्र हाथों को उठाकर प्रार्थना किया करे। हाँ। वैसे ही स्त्रियां भी संकोच और संयम के साथ सुहावने वस्त्रों से अपने आप को संवारे, हाँ। न कि बाल गूंथने और सोने और मोतियों और बहुमूल्य कपड़ों से, हाँ। पर भले कामों से, क्योंकि परमेश्वर की भक्ति करने वाली हाँ। स्त्रियों को यह उचित भी है। ബസ് ഹല്ലേലൂയ. നമ്മളെ പറ്റി പറയാ പൗലോസ്. और पौलुस हमारे बारे में लिखता है ആകയാൽ പുരുഷന്മാരെല്ലായിടത്തും കോപവും വാഗ്വാദം വിട്ടകലണം. कि हर जगह पुरुष बिना क्रोध और विवाद के पवित्र हाथों को उठाकर प्रार्थना किया करे. കോപവും വാഗ്വാദം വിട്ടകലണം. और क्रोध विवाद എന്നിട്ട് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. और पवित्र हाथों को उठाकर प्रार्थना करे. എല്ലാരും ഒന്ന് പറഞ്ഞാട്ടെ. सब मिलकर कहे നമ്മുടെ കൈ വിശുദ്ധമായിരിക്കണം. हमारा जो हाथ है वो पवित्र होना चाहिए. ആമേൻ. നമ്മുടെ കര ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. और हम सब अपने हाथों को उठाकर प्रार्थना करने वाले लोग हैं. കൈ അടിച്ച് ആരാധിക്കുന്നവരാ. और हम सब ताली बजा के आराधना करने वाले കുറച്ചുകൂടെ हैं. കഴിയുമ്പോൾ തിരുമേശയിൽ നീ കൈ കൊണ്ടാ ഭാഗവാക്കാവുന്നത്. और कुछ क्षण के बाद जो है इसी हाथ से हम पवित्र मेज को भी लेते हैं. അതുകൊണ്ട് ഈ കരം വിശുദ്ധമായിരിക്കണം. इसलिए हमारा हाथ पवित्र होना चाहिए. Praise the Lord. Praise the Lord. കർത്തൃമേശ എടുക്കുന്ന കൈ കൊണ്ട് തമ്പാക്ക് ഞരണ്ടരുത്. और जिस हाथ से पवित्र मेज लेते हैं उसमें जो है तंबाकू नहीं मलिएगा. ഉടുക്ക എടുത്ത് തിന്നരുത്. गुटखा ना खाए. ബീഡി വലിക്കരുത്. और उसी हाथ से बीड़ी न पिए. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. തെറ്റായ രീതിയിൽ മൊബൈൽ ഉപയോഗിക്കരുത്. और गलत रीति से मोबाइल का इस्तेमाल न करें. കാരണം വിശുദ്ധ കൈയായത്. क्योंकि ये हाथ जो है पवित्र है. എല്ലാവരും പറഞ്ഞാട്ടെ. सब मिलकर कहे ആമേൻ. आमीन. ഈ വിശുദ്ധ കൈയെടുത്ത് ആരെ അടിക്കരുത്. इस पवित्र हाथ को उठाकर किसी को मारे ना. കേൾക്കുന്നുണ്ടോ? सब सुन रहे हो? Praise the Lord. Praise the Lord. വിശുദ്ധ കൈയെടുത്ത് ആരുടെ ദേഹത്ത് അടിക്കരുത്. और इस पवित्र हाथ को उठाकर किसी को मारे ना. Praise the Lord. ഇത് വിശുദ്ധ കൈയാ. ये हाथ जो है पवित्र है. രണ്ടാമത് പറയാ. दूसरा कहता है അവന സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. और वैसे स्त्रियां भी संकोच और संयम के साथ सुहावने वस्त्रों से अपने आप को संवारे. ആദ്യം പുരുഷന്മാരോട് പറഞ്ഞു. पहले जो है वो पुरुषों से कहा. പിന്നെ പൗലോസ് സ്ത്രീകളോട് പറയുകയാണ്. अब पौलुस स्त्रियों से बातचीत करता है യോഗ്യമായ വസ്ത്രം ധരിക്കണം. कि योग्य वस्त्र पहने. അത് കറുപ്പോ വെളുപ്പോ ഏതോ ധരിക്കാം. वो चाहे काला हो चाहे सफेद हो, कोई भी किसी भी रंग का पहन सकता പക്ഷെ है. ദൈവ മക്കൾക്ക് യോഗ്യമായ രീതിയിൽ വേണം നമ്മൾ വസ്ത്രം ധരിക്കാൻ. लेकिन जो वो परमेश्वर के जो संतान है उनके जो योग्य वस्त्र है ऐसा पहने. ഇപ്പൊ കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. अभी जो है समय आगे बढ़ता रहता है. 2000 വർഷം പോലല്ല 2025. और जैसे अभी 2000 वर्ष बीत गए उसी प्रकार से नहीं 2025. ഇപ്പൊ കുറെ കൂടെ മാറ്റം വന്നിട്ടുണ്ട് പാസ്റ്ററെ. अभी तो बदलाव आया है पास्टर. ഇപ്പൊ ഈ കാലത്തിലുള്ള ഫാഷൻ അനുസരിച്ച് വസ്ത്രം ധരിക്കുക. अभी का जो फैशन चल रहा है वैसे आप कपड़े पहने. ഏത് വസ്ത്രം ധരിച്ചോ आप कोई भी कपड़े क्यों ना पहने. പൗലോസ് പറയുക पौलुस कहता है ലജ്ജാശീലം വേണം. और जो संकोच होना चाहिए. Praise the Lord. ആമേൻ. ലജ്ജാശീലം. संकोच और संयम. Praise the Lord. വീട്ടിലായാലും വീട്ടിന് വെളിയിൽ പോയാലും ഈ ലജ്ജാശീലം പെൺകുഞ്ഞുങ്ങൾക്ക് വേണം. चाहे घर के अंदर हो चाहे घर के बाहर जाए, जो भी स्त्रियां हैं जो बहरें उनके जीवन में संकोच और संयम होना चाहिए. കാരണം ഇത് എഴുതിയത് മുതൽ ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. क्योंकि वचन में शुरुआत से लेकर अभी तक कोई बदलाव नहीं आया. കാലങ്ങൾ മാറിപ്പോകും.
और समय बीत जाएगा, സമയം മാറിപ്പോകും. समय बीत जाएगा ഓരോ കളി സമയം കിട്ടുന്ന ഫാഷൻ വന്നുകൊണ്ടിരിക്കും. और समय के साथ जो है फैशन जो है बदलता जाएगा, പക്ഷേ ഈ ദൈവവചനത്തിന് മാറ്റമില്ല. लेकिन ये परमेश्वर के वचन में कभी बदलाव नहीं आएगा। സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം. स्त्रियां जो है योग्य वस्त्र पहने ലജ്ജാശീലം വേണം. और उनके जीवन में संकोच चाहिए। പിന്നെ പൗലോസ് പറയാ पौलुस कहता है സുബോധം വേണം. और संयम चाहिए। ആമേൻ. हमें ഞാൻ ദൈവ മകളാ, कि मैं जो हूँ परमेश्वर की बेटी हूँ, അങ്ങനെ ഒരു സുബോധം വേണം. ऐसा जो उन्हें ज्ञात होना चाहिए। മാതാപിതാക്കൾക്ക് നാണക്കേട് ഉണ്ടാക്കരുത്. और माता पिता के लिए निंदा का कारण न बने സഭയ്ക്ക് നാണക്കേട് ഉണ്ടാക്കരുത്. और कलीसिया के लिए निंदा का कारण न बने। നമ്മൾ ആരാണെന്നുള്ള ബോധം നമുക്ക് വേണം. हम कौन है वो अच्छे से हमें जो है बोध होना चाहिए। Praise the Lord. Praise the Lord। 10ാം വാക്യത്തിൽ പറയുക, और 10वें वचन में कहता പിന്നെ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകണം സൽപ്രവർത്തികൾ കൊണ്ട് അത്രേ അലങ്കരിക്കേണ്ടത്. न कि बाल गूंथने और सोने और मोतियों और बहुमूल्य कपड़ों से, पर भले कामों से, क्योंकि परमेश्वर की भक्ति करने वाली स्त्रियों को यही उचित है। കേട്ടോ? ദൈവവചനം കേട്ടല്ലോ, ദൈവവചനം കേട്ടല്ലോ. वचन सुना है ना? എന്നിട്ട് യോഗ്യമായിട്ട് ഈ അപ്പത്തിന് എടുക്കുക. और योग्य तरीके से जो है ये पवित्र में जो है सहभागी हो। യോഗ്യമായിട്ട് നമ്മുടെ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ തിരുമേശിന്ന് ഭാഗവാക്കാകാം. यदि हम अपना जीवन उचित रीति से बिताते हैं तब हम इसमें से सहभागी हो। പൗലോസ് പറയുക, पौलुस कहता है ഹല്ലേലൂയ, അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യരുത്. अनुचित रीति से जो है इस रोटी में से न खाए और इस कटोरे में से न पिए, കാരണം അവന്റെ ജീവനാണ് നമുക്ക് തന്നത്. क्योंकि उसने अपना जीवन जो है हमें दे दिया। എല്ലാവരും പറഞ്ഞാട്ടെ, सब मिलकर गए हैं। കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി അവന്റെ ജീവനെ തന്നു. प्रभु यीशु मसीह ने जो मेरे लिए अपना जीवन दे दिया അവന്റെ ശരീരം തകർത്തിട്ട് അവന്റെ രക്തം ഈ ദേഹത്തിൽ ഒഴുകിയത്. और उसका शरीर जो है टूट कर जो उसका लहू उसके शरीर से मेरे लिए बहा गया। ആമേൻ. हमें ഈ ഷുഗർ ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ഷുഗർ ചെക്ക് ചെയ്യുന്നുണ്ട്. कई बार हम जो शुगर का जो है लेवल चेक करते हैं അതിന് ഈ രക്തം വരാൻ വേണ്ടി ഒരു പിന്നെടുത്ത് കുത്തും. और जो है खून आने के लिए उसमें एक पिन चुभाया जाता है। ആമേൻ. ആ ഒരു തുള്ളി രക്തം വരാൻ നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം വേദന എടുക്കും. और वो एक बूंद खून जो है बाहर आने के लिए हमें कितना पीड़ा होता है। കുത്താൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കും. जब वो टोचते हैं तब वो हम उंगली पीछे पीछे लेते हैं। എന്റെ ബ്ലഡ് ആദ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. और मेरा जो ब्लड है पहले टेस्ट किया है। അവസാനം പേരിൽ പിടിച്ചു വെച്ച് കുത്തി. आज बाद में जो है ऐसे उंगली पकड़ कर जो है उसे चुभाया गया, ഞാൻ ഇങ്ങനെ ചെയ്യുക. क्योंकि मैं उंगली पीछे लेता हूँ, വേദന എടുക്കും. क्योंकि दुख होता दर्द होता है। ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. मैंने हंसने के लिए नहीं कहा। തല മുതൽ പാദം വരെ നമുക്ക് വേണ്ടി മുറിവേറ്റ ഒരു കർത്താവുണ്ട്. और सर से लेकर जो पांव तक जिसे चोट पहुंचाया गया वो हमारे परमेश्वर है। ഒരു തുള്ളി രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാൻ നമുക്ക് വേദന ഉണ്ടെങ്കിൽ തല മുതൽ പാദം വരെ കീറി മുറിയപ്പെട്ട ആ ശരീരത്തെ ഒന്ന് നോക്കണം. यदि एक बूंद लहू हमारे शरीर से बाहर आए हमें इतना दर्द होता है, तो जिसको ऊपर से नीचे तक जो है इतना घाव पहुंचाया गया तो उसको कितना दर्द होगा। അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഊറ്റി തന്നു. और उसने आखिरी बूंद लहू तक जो है हमारे लिए उसने बहा दिया। എന്തിനാ തന്നത്? और किस लिए? നമ്മളെ മക്കളാക്കി മാറ്റാൻ വേണ്ടി, हमें जो है अपने प्रिय संतान करके बदलने के लिए, നമ്മളെ പാപത്തിൽ നിന്ന് പിടിപ്പിക്കാൻ വേണ്ടി, हमें पाप से छुटकारा देने के നമ്മളെ लिए, ശാപത്തിൽ നിന്ന് പിടിപ്പിക്കാൻ വേണ്ടി, हमें श्राप से छुड़ाने के लिए രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് और उद्धार पाकर बपतिस्मा लेकर വിശുദ്ധിയോടെ ജീവിക്കുന്ന നയിക്കുന്നവനാ ഈ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകേണ്ടത്. जो पवित्र जीवन जीते हैं वो इसमें से सहभागी होते हैं। വേണ്ട എല്ലാ വേണ്ടാത്ത കാര്യം ചെയ്തിട്ട് തോന്നിയതുപോലെല്ലാം നടന്നിട്ട് ഞായറാഴ്ച വന്ന് ഇവിടെ വന്നിരുന്നുകൊണ്ട് കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകാൻ ശ്രമിക്കരുത്. सब गलत काम करके अपनी इच्छा के अनुसार जीवन बिता के रविवार को आराधना में आकर जो अपना मनमाना जीवन बिता के इसमें से सहभागी न हो। കർത്താവ് പറയും, നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തമാണ്. ये जो लहू है वो तुम्हारे लिए बहाया जाता है നിങ്ങൾ എല്ലാവരും വാങ്ങി ഇത് കുടിക്കുക. और आप सब लेके जो इसमें से पीते हैं। ആരും മാറിയിരിക്കാൻ കർത്താവിന് ഇഷ്ടമില്ല. और परमेश्वर ये नहीं चाहता कि कोई भी इसमें से जो है वंचित रहे, കാരണം സകല മനുഷ്യർക്കും വേണ്ടി അവൻ കാൽവരി ജീവനെ തന്നത്. क्योंकि सारे मानव जाति के लिए उसने क्रूस पर अपना बलिदान दे दिया। ആരും നരകത്തിൽ പോകാൻ അവന് ഇഷ്ടമില്ല. और परमेश्वर ये नहीं चाहता कि कोई भी जो नरक में जाए, ആരും പാപത്തിന് അവൻ അടിമകളായിപ്പാൻ അവന് ഇഷ്ടമില്ല. कोई पाप में जीवन बिताए उसके दासत्व में परमेश्वर ये नहीं चाहता। ഇന്ന് പകലിൽ പശ്ചാത്താപമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, यदि आज हमारे अंदर एक जो है मन फिराव का एक पश्चातापी हृदय है, ക്ഷമ ചോദിച്ച് മടങ്ങി വരാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, यदि क्षमा मानकर जो है वापस लौट आने का एक मन है, ഇന്ന് പകൽ നിന്നെ രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കാൻ ഒരു അപ്പൻ തയ്യാറായിട്ടുണ്ട്. तो जो परमेश्वर है जो है दोनों हाथों से जो तुझे स्वीकार करने के लिए तैयार है। ഹല്ലേലൂയ. हालेलुया। ഏതെങ്കിലും പാപത്തിന്റെ സ്വഭാവം ജീവിതത്തിലുണ്ടെങ്കിൽ, यदि हमारे जीवन में कोई पाप का स्वभाव है, പശ്ചാത്താപമുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ, यदि
पश्चाताप का हृदय है। ക്ഷമ ചോദിച്ച് മടങ്ങി വരാൻ ഒരു മനസ്സുണ്ടെങ്കിൽ यदि आपका ऐसा मन है कि मैं क्षमा मांग के वापस आता ഇന്ന് हूँ, പകൽ ആ യേശുവിന്റെ രക്തസാഗര പാപം പോക്കി നിന്നെ ശുദ്ധീകരിക്കും. आज सुबह के समय वो यीशु का लहू जो है तेरे सारे पापों को धोकर तुझे तेरे पापों से शुद्ध करे। ഇന്ന് പകൽ ഏതെങ്കിലും പാപം സ്വഭാവം ജീവിതത്തിലുണ്ടെങ്കിൽ यदि कोई पाप का स्वभाव हमारे जीवन में है അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാണ്. तो उसे जो है कबूल करके जो निश्चय ले എന്നിട്ട് യോഗ്യമായ രീതിയിൽ വേണം നമ്മൾ ഈ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകുക. और उचित रीति से जो है पवित्र वेद में सहभागी होने की। ഹല്ലേലൂയ. हालेलुया। പൗലോസ് പറയുക, पौलुस कहता है ഈ അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യരുത്. कि अनुचित रीति से जो है इस रोटी में से न खाए और इस कटोरे में से न पिए। അങ്ങനെയാണെങ്കിൽ കുറ്റക്കാരനാകും. यदि ऐसा रहेगा तो हम जो है उसके लहू का अपराधी ठहरेंगे। യോഗ്യമായ രീതിയിലാണ് നമ്മൾ ഈ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകുന്നതെങ്കിൽ यदि हम उचित रीति से इसमें से सहभागी होते हैं നമ്മൾ കുറ്റക്കാരല്ല. तो हम जो है उसके अपराधी नहीं ഒരു ठहरेंगे ശിക്ഷയും വരത്തില്ല. और कोई दंड हमारे ऊपर नहीं आएगा। നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമേ വരുത്തുള്ളൂ. केवल परमेश्वर की ओर से हमारे जीवन में अनुग्रह प्राप्त എന്നിട്ട് करेंगे। വീണ്ടും പൗലോസ് പറയുകയാ, और पौलुस कहता है അയോഗ്യമായി അപ്പം തിന്ന പലരും രോഗികളായി മാറും. और इसलिए यदि कोई अनुचित रीति से इसमें से खाए तो कई लोग जो है निर्बल या रोगी होते हैं। യോഗ്യമായിട്ട് നമ്മൾ ഈ തിരുമേശയിൽ ഭാഗവാക്കാകുന്നെങ്കിൽ यदि हम उचित रीति से इसमें से लेते हैं നമ്മുടെ ശരീരത്തിന് അത് വിടുതലായിട്ട് പരിണമിക്കാനിടയായി തീരും. तो वो हमारे शरीर में जो है एक छुटकारे का कारण हो അത് സൗഖ്യമായി നമ്മുടെ ശരീരത്തിൽ പരിണമിക്കാനിടയായി തീരും. और वो जो है यहाँ पे जो एक चंगाई का कारण എത്ര हो। പേർക്ക് വിശ്വാസമുണ്ട്? कितने लोग विश्वास करते हैं? ഹല്ലേലൂയ. हालेलुया। പിന്നെ പൗലോസ് പറയുകയാ, और फिर से पौलुस कहता है അയോഗ്യമായി यदि अनुचित रीति से പാപം ചെയ്തിട്ട് വന്ന് और पाप करने के बाद അശുദ്ധരായി और अपवित्रता ഈ से തിരുമേശയിൽ നിന്ന് ഭാഗവാക്കായ यदि इस पवित्र में से सहभागी होते നിങ്ങളിൽ हैं പലരും മരണപ്പെട്ടു പോകും. और तुम में से कई लोग सो भी गए। ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, और एक और बात समझ ले, യോഗ്യരായിട്ട് നമ്മൾ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകുന്നെങ്കിൽ यदि हम उचित रीति से इसमें से सहभागी होते ചില हैं മരണത്തിന്റെ ബന്ധനങ്ങൾ ഈ പകൽക്കാലത്ത് തകർന്നു പോകാനിടയായി തീരും. तो कुछ मृत्यु के बंधन जो है आज सुबह के समय वो टूट जाएंगे। ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഗ്യമായി തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകുന്നെങ്കിൽ यदि हम उचित रीति से इसमें से सहभागी ചില हो പൈശാചിക പദ്ധതികൾ ഈ പകലിൽ തകർന്നു പോകാനിടയായി തീരും. तो शैतान के बंधन जो है आज सुबह के समय ये टूट जाएंगे। എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. अपने आंखों को बंद करें തിരുസഭയ്ക്ക് നൽകിയ രണ്ട് കൽപ്പനകളാ സ്നാനവും തിരുമേശയും. और कलीसिया को जो है परमेश्वर ने दिया हुआ कर्मों के द्वारा जो सेवा है, गर्भों के द्वारा जो देते हुए दो सेवा है, बपतिस्मा और दूसरा बपतिस्मा और दूसरा पवित्र पे। എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. सबने आंखों को बंद करें, എല്ലാവരും നിങ്ങളെ തന്നെ ഒന്ന് ശോധന കഴിച്ചാട്ടെ. सबने आप को जांचे കർത്താവിന്റെ ക്രൂശ് മരണത്തെ ഒന്ന് ഓർത്താട്ടെ. और उस परमेश्वर के क्रूस के मृत्यु को स्मरण करें ഒന്ന് ഓർത്താട്ടെ. और स्मरण करें നമുക്ക് വേണ്ടി മരിക്കുന്ന, हमारे लिए जो मारा गया, നമുക്ക് വേണ്ടി വേദന സഹിക്കുന്ന, हमारे लिए जिसने दर्द को सहा, നമുക്ക് വേണ്ടി രക്തമൊഴുകിയ हमारे लिए जिसने लहू बहाया, ആ കാൽവരി ക്രൂശിലെ സ്നേഹത്തെ ഒന്ന് ഓർത്താട്ടെ. उस कैलवरी क्रूस के प्रेम को स्मरण करें। നമ്മുടെ ജീവിതത്തിലെ സകല പാപവും പോക്കാൻ हमारे जीवन के सारे पापों को धो डालने का, हमारे जीवन के सारे पापों को धो डालने, അവസാനത്തുള്ളി രക്തം വരെ അവൻ നമുക്ക് വേണ്ടി തന്നു. अपना आखिरी बूंद लहू तक उसने हमारे लिए बहा दिया। Praise the Lord. प्रेज द लॉर्ड। രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാ നമ്മള്. और हम सब जो है उद्धार पाके सबने बपतिस्मा लिया। ജീവിതത്തിൽ രഹസ്യമായ പരസ്യമായ എന്തെങ്കിലും പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ यदि हमारे जीवन में गुप्त रीति से या प्रकट रीति से कोई पाप है तो അത് ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചിട്ട് വിശുദ്ധിയോടെ വേണം തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകാൻ. और उसे कबूल करके और एक निश्चय ले कि इसमें से वापस में इस पाप में नहीं जीवन बिताऊंगा और उसके बाद इसमें से सहभागी होने के लिए, അല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരായി മാറും. नहीं तो हम उसके लहू के अपराधी ठहरे അല്ലെങ്കിൽ പലരും രോഗികളായി മാറും. और कई लोग जो है निर्बल या रोगी होंगे അല്ലെങ്കിൽ പലരും മരിക്കുവാനിടയായി തീരും. और कुछ जो है वो सो भी गए। പക്ഷെ യോഗ്യരാണെന്നുണ്ടെങ്കിൽ लेकिन यदि हम उचित रीति से ले നമ്മൾ കുറ്റക്കാരല്ല. तो हम जो है उसके लहू के अपराधी नहीं ഇത് ठहरेंगे നമുക്ക് അനുഗ്രഹമായി മാറും. और ये हमारे लिए जो है आशीष का कारण होगा। യോഗ്യരായിട്ട് നമ്മൾ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാവുന്നതെങ്കിൽ यदि उचित रीति से हम सहभागी होते हैं, ഇത് നമ്മുടെ ശരീരത്തിന് സൗഖ്യവും ബലവുമായിട്ട് പരിണമിക്കും. ये हमारे शरीर में जो है एक बल और एक चंगाई प्रदान നമ്മൾ करेगा। വിശുദ്ധിയോടെ ഭാഗവാക്കാവുന്നെങ്കിൽ यदि हम जो है पवित्रता से इसमें से सहभागी होते हैं, പിശാച് കൊണ്ടൊരു ചില മരണത്തിന്റെ പദ്ധതികൾ തകർന്നു പോകാനിടയായി തീരും. शैतान लाते हुए कुछ मृत्यु के बंधन जो है टूट जाएंगे। എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. तो फिर मैं प्रार्थना करें, കർത്താവേ, എന്റെ ജീവിതം ഒന്നും കൂടെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. हे परमेश्वर मेरे जीवन को फिर से एक बार धोकर തിരു शुद्ध कर, രക്തത്താൽ എന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. अपने लहू से जो धोकर मुझे फिर से शुद्ध कर। നമ്മളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകുക. और हम अपने आप को जांचने के बाद इस पवित्र में से सहभागी होने के लिए എല്ലാവരും വായികളെ തൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. सब अपने मुंह को खोल के प्रार्थना करें। ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ यदि जीवन में कोई पाप हुआ है, ഈ വചനം അനുസരിക്കാതെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രവൃത്തികൾ വന്നിട്ടുണ്ടെങ്കിൽ इस वचन को जो है नहीं मानते हुए हमारे जीवन में यदि हमने कुछ आज्ञा का उल्लंघन किया है, കർത്താവിന് മേൽ ഞാൻ ചെയ്യില്ല എന്നുള്ള ഒരു
തീരുമാനമെടുത്തിട്ട് വേണം തിരുമേശയിൽ ഭാഗവാക്കാകുവാൻ. और ऐसा एक निश्चय है कि परमेश्वर इसके बाद जो है मैं ऐसा नहीं करूंगा, उसके बाद इसमें से सहभागी होने के लिए। ആമേൻ. आमीन। പൗലോസ് പറഞ്ഞു പുരുഷന്മാർ എങ്ങനെയായിരിക്കണമെന്ന്. और पौलुस ने कहा कि पुरुषों को किस प्रकार से होना चाहिए। പൗലോസ് പറഞ്ഞു സ്ത്രീകൾ എങ്ങനെ ജീവിക്കണമെന്ന്. और पौलुस ने कहा कि किस प्रकार से स्त्रियों को जीवन बिताना है। യോഗ്യതയോടുകൂടി തിരുമേശയിൽ ഭാഗവാക്കാകട്ടെ. और उचित तरीके से जो है इसमें से सहभागी हो। ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. इन वचनों के द्वारा परमेश्वर हम सबको आशीष दे। ആയി പ്രാർത്ഥനകളെങ്കിൽ പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനത്തിനായി സ്തോത്രം. കർത്താവേ, വചനം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വിശുദ്ധിയോടെ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാവുക ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.